നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2023 കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിലെ BSc നഴ്സിംഗിൻ്റെ ഫീസ് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിൽ പകുതി സീറ്റുകളിലെ അഡ്മിഷൻ LBS വഴിയും ബാക്കി പകുതി സീറ്റുകളിലെ അഡ്മിഷൻ PNC MAC, AMC, FNCK എന്നീ അസോസിയേഷനുകൾ വഴിയുമാണ് നടത്തിയിരുന്നത്. ഓരോ അസോസിയേഷനിലും ഉൾപ്പെടുന്ന മുഴുവൻ കോളേജുകളിലെയും അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഓരോ അസോസിയേഷനുകൾ വഴിയും ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതിയായിരുന്നു. LBS വഴി ആപ്ലിക്കേഷൻ നൽകിയാൽ മാത്രമേ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഗവൺമെന്റ് കോളേജിലെയും പ്രൈവറ്റ് കോളേജുകളിലെയും ഫീസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ LBS വഴിയും PNC MAC, AMC, FNCK എന്നീ അസോസിയേഷനുകൾ വഴിയും കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ ഓരോ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ഫീസിൽ വ്യത്യാസമുണ്ട്. 2024 കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിലെ അഡ്മിഷൻ ഏതൊക്കെ അസോസിയേഷനുകൾ വഴി എങ്ങനെ ആയിരിക്കും എന്നതിനെക്കുറിച്ച് ഇതുവരെയും പുതിയ വിവരങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. +2 എത്ര ശതമാനം മാർക്കുള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കുമെന്നും ഫീസിൽ വർധനവുണ്ടാകുമോ എന്നും പറയുവാൻ സാധിക്കുകയില്ല. 2023 PNC MAC, AMC, FNCK എന്നീ അസോസിയേഷനുകളിൽ ഉൾപ്പെട്ടിരുന്ന കോളേജുകളിൽ നൽകേണ്ടിയിരുന്ന ഫീസിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ ട്യൂഷൻ ഫീസായിട്ട് ഓരോ വർഷവും 73,025 രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് 23,300 രൂപയുമാണ് നൽകേണ്ടിയിരുന്നത്. ഇതുകൂടാതെ ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, യൂണിഫോം, ടെക്സ്റ്റ് എന്നിവയുടെ ഫീസും നൽകേണ്ടിയിരുന്നു. ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഓരോ കോളേജിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ചില കോളേജുകളിൽ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഒരു വർഷത്തെ ഫീസ് മുഴുവനായും അടയ്ക്കേണ്ടതായിട്ടും ഉണ്ട്. എന്നാൽ ചില കോളേജുകളിൽ ഓരോ മാസവുമാണ് ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും നൽകേണ്ടിയിരുന്നത്. AMC, FNCK, PNC MAC തുടങ്ങിയ അസോസിയേഷനുകൾ വഴി പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾ ഈ ഫീസ് തന്നെയാണ് നൽകേണ്ടിയിരുന്നത്. സീറ്റ് റിസർവേഷനുകളും ഫീസ് കൺസെഷനുകളും ഒരു വിഭാഗത്തിലും ഉള്ളവർക്ക് പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ ലഭിക്കുകയില്ല. എല്ലാ കാറ്റഗറിക്കും ഒരേ പരിഗണന തന്നെയാണ് ലഭിക്കുന്നത്. +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വർഷത്തെ അലോട്ട്മെന്റുകൾ ഏത് രീതിയിൽ ആയിരിക്കും എന്നതിനെക്കുറിച്ച് പുതിയ അപ്ഡേറ്റ്സുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.